പ്രകാശത്തിന്റെ പ്രതിപതനം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്ന പ്രവർത്തനമാണ് പ്രതിപതനം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിൽ തന്നെ തിരികെ വരുന്ന പ്രവർത്തനമാണ് പ്രതിപതനം. പ്രകാശം പ്രതിഫലിക്കുമ്പോൾ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശം ക്രമരഹിതമായി പ്രതിപതിക്കുന്ന പ്രവർത്തനമാണ് വിസരിത പ്രതിപതനം. മിനുസമല്ലാത്ത പ്രതലമാണെങ്കിൽ അവിടെ പതിക്കുന്ന പ്രകാശം ക്രമരഹിതമായിട്ടായിരിക്കും പ്രതിപതിക്കുന്നത്. ഇതിനെയാണ് വിസരിത പ്രതിപതനം എന്ന് പറയുന്നത്. മിനുസമല്ലാത്ത പ്രതലത്തില് പ്രകാശം ക്രമരഹിതമായി പ്രതിപതിക്കുന്ന പ്രവർത്തനമാണ് വിസരിത പ്രതിപതനം. രണ്ട് സമതല ദർപ്പണങ്ങളെ അവയുടെ അരികുകൾ ചേർന്ന് വരത്തക്ക വിധത്തിൽ ക്രമീകരിക്കുമ്പോൾ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണവും മാറുന്നു. അപ്പൊ രണ്ട് സമതല ദർപ്പണങ്ങളെ അവയുടെ അരികുകൾ ചേർന്ന് വരത്തക്ക വിധത്തിൽ ക്രമീകരിക്കുമ്പോൾ ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ എണ്ണവും മാറുന്നു. അപ്പം സമതല ദർപ്പണങ്ങളെ ഇങ്ങനെ അരികെ ചേർത്ത് വച്ചു കഴിഞ്ഞാൽ അതിൽ ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് മാറുന്നതനുസരിച്ച് കിട്ടുന്ന പ്രതിബിംബങ്ങളും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെ കാണും? 360 സമതല ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് -1. പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനായിട്ട് 360 സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് -1. രണ്ട് സമതല ദർപ്പണങ്ങളുടെ അരികുകൾ 60 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം. ഇപ്പൊ രണ്ട് സമതല ദർപ്പണങ്ങളുടെ അരികുകൾ 60 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെ കാണാം? പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനായിട്ട് 360 സമതല ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് -1 ആണ്. അപ്പം 60 360 60 -1, അതായത് 6 - 1 5 എന്ന് വരും. ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തി വീക്ഷണ വിസ്തൃതി. അപ്പോൾ ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് വീക്ഷണ വിസ്തൃതി. അപ്പൊ എന്താണ് വീക്ഷണ വിസ്തൃതി? ഒരു ദർപ്പണത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയാണ് നമ്മൾ വീക്ഷണ വിസ്തൃതി എന്ന് പറയുന്നത്. വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടിയ ദർപ്പണം ചോദിച്ചാൽ അത് കോൺവെക്സ് ആണ്. വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടിയ ദർപ്പണം ചോദിച്ചാൽ അത് കോൺവെക്സ് ആണ്. വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ പ്രതിബിംബത്തിന്റെ സ്ഥാനവും സവിശേഷതകളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനവും സവിശേഷതകളും. സമതല ദർപ്പണം. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യ അകലത്തിൽ ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നു. ഇത് മിഥ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ രൂപത്തിലുമായിരിക്കും. അപ്പം സമതല ദർപ്പണം എങ്ങനെയാണ്? ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യ അകലത്തിൽ ദർപ്പണത്തിന് പിന്നിലായിട്ടാണ് നമ്മൾ സമതല ദർപ്പണം വയ്ക്കുമ്പോൾ ദർപ്പണത്തിന് പിന്നിലായിട്ടാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. ഇത് മിഥ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ വലിപ്പത്തിലുള്ളതുമായിരിക്കും. കോൺവെക്സ് ലെൻസിലോ? കോൺവെക്സ് ദർപ്പണത്തിലെ മുഖ്യ ഫോക്കസിനും ഹോളിനും ഇടയിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. മുഖ്യ ഫോക്കസിനും ഹോളിനും ഇടയിൽ പ്രതിബിംബം രൂപപ്പെടുന്നു. ഇത് ചെറുതും മിഥ്യയും നിവർന്നതുമായിരിക്കും. ഇത് ചെറുതായിരിക്കും, മിഥ്യയായിരിക്കും, നിവർന്നതുമായിരിക്കും. ഇനി വസ്തുവിന്റെ സ്ഥാനം. അനന്തതയിൽ കോൺകേവ് ദർപ്പണമാണെങ്കിൽ വസ്തുവിന്റെ സ്ഥാനം പ്രതിബിംബത്തിന്റെ സ്ഥാനം സവിശേഷതകളാണ് പറയുന്നത്. അനന്തതയിലാണെങ്കിൽ പ്രതിബിംബ സ്ഥാനം Fലായിരിക്കും. പ്രതിബിംബം എന്ന് പറയുന്നത് ചെറുതും തലകീഴായതും യഥാർത്ഥവുമായിരിക്കും. അപ്പം വസ്തുവിന്റെ സ്ഥാനം അനന്തതയില് പ്രതിബിംബത്തിന്റെ സ്ഥാനം Fലായിരിക്കും. അപ്പം ഇന്ന് കിട്ടുന്ന പ്രതിബിംബം എന്ന് പറയുന്നത് ചെറുതായിരിക്കും, തലകീഴായതിരിക്കും, യഥാർത്ഥമായിരിക്കും. ഇനി സിക്ക് അപ്പുറം എവിടെയാ എങ്ങനെയായിരിക്കും? പ്രതിബിംബം സിക്കും എഫിനും ഇടയിലായിരിക്കും. പ്രതിബിംബം സിക്കും എഫിനും ഇടയിലായിരിക്കും സിക്ക് അപ്പുറമാണെങ്കിൽ. അത് ചെറുതും തലകീഴായതും യഥാർത്ഥവുമായ പ്രതിബിംബമാണ് അവിടെയും ലഭിക്കുന്നത്. സിയിലാണെങ്കിലോ? സിയിൽ തന്നെയാണ് രൂപപ്പെടുന്നത്. സിയിലാണെങ്കിൽ കോൺകേവ് ദർപ്പണം
ത്തിന്റെ പ്രതിബിംബം സിയിൽ തന്നെയാണ് രൂപപ്പെടുന്നത്. പക്ഷെ വസ്തുവിന്റെ വലിപ്പത്തിന് തുല്യവും തലകീഴായതുമായിട്ടുള്ള യഥാർത്ഥ പ്രതിബിംബമാണ് അവിടെ ലഭിക്കുന്നത്. വസ്തുവിന്റെ വലിപ്പത്തിന് തുല്യവും തലകീഴായതും യഥാർത്ഥവുമായ പ്രതിബിംബം. സിക്കും എഫിനും ഇടയിലാണെങ്കിലോ? സിക്കും എഫിനും ഇടയിലാണെങ്കിൽ പ്രതിബിംബം കിട്ടുന്നത് സിക്ക് അപ്പുറമായിരിക്കും. ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത വലുതും തലകീഴായതും യഥാർത്ഥവുമായിരിക്കും. വലുത് കിട്ടുന്നതാണെങ്കിൽ സിക്കും എഫിനും ഇടയിലായിരിക്കും. സിയിലാണെങ്കിൽ വസ്തുവിന്റെ അതേ വലിപ്പം തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനി എഫിലാണെങ്കിലോ പ്രതിബിംബം രൂപപ്പെടില്ല. എഫില് പ്രതിബിംബം രൂപപ്പെടുന്നില്ല. ഇനി എഫിനും പിക്കും ഇടയിൽ, മുഖ്യ ഫോക്കസിനും പോളിനും ഇടയ്ക്ക് ദർപ്പണത്തിന് പുറകിലായിരിക്കും പ്രതിബിംബം രൂപപ്പെടുക. അത് വലുതും നിവർന്നതും മിഥ്യായുമായിട്ടുള്ള പ്രതിബിംബം. ഇവിടെ കോൺകേവില് മിഥ്യാപ്രതിബിംബം രൂപപ്പെടുന്നത് എഫിനും പിനും ഇടയിലും മാത്രമാണ്. അപ്പം പ്രതിബിംബം ആ സമയത്ത് ദർപ്പണത്തിന് പുറകിലാണ് ഉണ്ടാവുക. ദർപ്പണത്തിന്റെ പുറകിലായിരിക്കും. അതിൽ വലുതും നിവർന്നതുമായ മിഥ്യാപ്രതിബിംബമാണ് ലഭിക്കുക.